ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മ വന്നിട്ട് രവിയുടെയും ചന്ദ്രയുടെയൊക്കെ പിണക്കം മാറ്റി മാപ്പ് പറയിക്കുന്നൊക്കെ ഉണ്ടല്ലോ. എന്നാൽ രവിക്കാണെങ്കിൽ അതിൽ നിന്നങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ അച്ചമ്മയ്ക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. അതിനുശേഷമായിട്ട് എല്ലാവരും ഉറങ്ങാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ച് പഴയ സന്തോഷത്തിലാക്കി എടുക്കണമെന്നുള്ളതാണ് നമ്മുടെ അച്ചമ്മയുടെ തീരുമാനവും. അങ്ങനെ രാവിലെ തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, മോനെ രവി, ഇന്ന് എന്തായാലും ഞാൻ തിരികെ പോവാണ്, എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ രവി പറയുന്നുണ്ട്, അമ്മേ 2 ദിവസം കൂടി നിന്നിട്ട് പോ, അമ്മയ്ക്ക് എന്താ ഇപ്പോ അവിടെ പോയിട്ട് തിരക്കെന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എടാ പയറൊക്കെ വിളഞ്ഞു കിടക്കുകയാണ്, ഞാൻ പോയില്ലെങ്കിൽ അതൊന്നും ശരിയായില്ല, സമയത്തെല്ലാം വിളവെടുക്കണ്ടേന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ചന്ദ്രമതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി ചായ എന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, നിനക്ക് കൈയും കാലും ഒന്നും ഇല്ലേ, അങ്ങോട്ടേക്ക് ചെന്ന് ഒരു ചായ എടുത്ത് കുടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ചന്ദ്രമതി അങ്ങ് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അച്ചമ്മേനെ സോപ്പ് ഇടാനായിട്ട് ചന്ദ്രമതി, ആഹാ അമ്മ നേരത്തെ തന്നെ എഴുന്നേറ്റോന്നും പറഞ്ഞ് അച്ചമ്മയുടെ അടുത്തേക്ക് വരികയാണേ. ഞാൻ നേരത്തെ തന്നെ പറമ്പിലും പാടത്തും ഒക്കെ ഇറങ്ങേണ്ടതുകൊണ്ട് എപ്പോഴും എഴുന്നേറ്റ് ശീലിച്ച സമയത്ത് തന്നെ എഴുന്നേക്കും. നിന്നെ പോലെ ആസനത്തിൽ വെയില് തെളിയുന്നിടം വരെയൊന്നും ഞാൻ കിടന്നുറങ്ങില്ല. പിന്നെ എന്നെ പോലെയാണോ നീ? 3 മരുമക്കളല്ലേ ഉള്ളത്, അവരെ പരമാവധി ഉപയോഗിച്ച് നീ സുഖജീവിതം നയിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണേ. എന്നാൽ ചന്ദ്രമതി പറയുന്ന, അയ്യോ അമ്മയ്ക്ക് അതിനെന്താ കുഴപ്പം, എല്ലാ കാര്യത്തിനും അമ്മയ്ക്ക് ഞാനില്ലേ എന്നാ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അച്ഛമ്മ ഒരു കാര്യം ചെയ്, നാട്ടിലേക്ക് പോകുമ്പോൾ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് പോക്കോ, അച്ഛമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തന്നോളൂ എന്ന് പറയാനേ. ഈ സമയം ചന്ദ്രമതി ദേഷ്യപ്പെട്ടിട്ടിങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട്. എന്നാ അച്ഛമ്മ പറയുന്നുണ്ട്, എന്താടാ നിനക്ക്, ഞാൻ സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ അങ്ങ് വല്ലാതെ ചിരിക്കുന്നുണ്ട്. ചന്ദ്രമതി അങ്ങ് ചമ്മി പോവുകയാണേ. എന്നാൽ അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുവാനായിട്ട് എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, പിന്നെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് തന്നെയാ എൻ്റെയും സന്തോഷം എന്നൊക്കെ പറയുകയാണേ. ഈ സമയം ചന്ദ്രയ്ക്കുള്ള ചായയായിട്ട് രേവതി വരുന്നതിൻ്റെ പുറകെ തന്നെ ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ എണീറ്റ് വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ചായയൊക്കെ രേവതി തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി ഇന്ന് നമുക്ക് ആ കാറ് നോക്കാൻ പോകണം, നീ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് റെഡിയാവെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയും പറയുന്നുണ്ട് കേട്ടോ, അതെ എല്ലാവർക്കും നേരത്തെ പോകേണ്ടതാണ്, രേവതി നീ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആ ദോശ ഉണ്ടാക്കെന്ന് പറയുന്നുണ്ട്. എന്നാൽ അച്ചമ്മയാണ് അതിന് മറുപടി കൊടുക്കുന്നത്. എന്താ ചന്ദ്രേ, നിന്റെ ഭർത്താവിന് കാപ്പി ഉണ്ടാക്കുന്നത് രേവതിയാണോ, അത് നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താമ്മേ ഞാനോ, അല്ലാണ്ട് പിന്നെ നിന്റെ ഭർത്താവിനെ കാപ്പി ഉണ്ടാക്കാനായിട്ട് അപ്പുറത്തെ ചേച്ചിമാരെയോ മറ്റുള്ളവരെ വിളിക്കണോന്ന് ഇങ്ങനെ അച്ഛമ്മ ചോദിക്കുകയാണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അയ്യോ അച്ഛമ്മ അതൊന്നും സാരമില്ല, ഞാൻ എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കോളാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ നീ വലിയ നന്മവരെ ഒന്നും ആവണ്ടെന്നും പറഞ്ഞ് രേവതിയെ പിടിച്ചു വലിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ ഇത് കണ്ടില്ലേ, ഇവളുടെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും എടുത്ത് തലയിൽ വെക്കും, എന്നിട്ട് അവൾക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ ഇരിക്കാനോ പോലും ഇവിടെ സമയം കിട്ടാറില്ലെന്ന് പറയാനേ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ നീ പോയി രവിക്കുള്ള ഭക്ഷണം ഉണ്ടാക്ക്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അയ്യോ അച്ഛമ്മേ, പിന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് ആരാ, അതെന്താ നിനക്ക് ഭാര്യയില്ലേ, നിന്റെ ഭാര്യയോട് പറ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ. അപ്പൊ പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മേ ഞാനോ? അതെ നീ തന്നെ എന്നിങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മ, ശ്രീകാന്തേ നിനക്ക് ദോശ വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് പറ ഉണ്ടാക്കാൻ, ശ്രുതിയും ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ സാരമില്ല, അവർക്കൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ, അവരൊന്നും ബുദ്ധിമുട്ടണ്ട, ഞാൻ ചെയ്തോളാന്ന് പറയാനേ. അപ്പോഴേക്ക് വർഷയും പറയുന്നുണ്ട്, അയ്യോ എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, എനിക്കങ്ങനെ ദോശ ഒഴിക്കാൻ പോലും അറിയില്ല എന്ന് പറയണേ. അതെ ഞാൻ നിന്നോട് പീരങ്കി എടുത്ത് വെടിവെക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഒരു ദോശ ഉണ്ടാക്കാനല്ലേ. അച്ഛമ്മേ അതെനിക്ക് അറിയില്ലെങ്കിലേ ചെയ്തു പഠിച്ചാൽ മതി എന്ന് പറയാണേ. എന്നാൽ രേവതി വീണ്ടും ചെയ്യാൻ പോകുമ്പോഴത്തേക്കിന്, അതെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, നീ വല്ല ഇടികല്ലും വല്ലോ ആണോ എല്ലാവർക്കും വന്ന് ഇടിച്ചുമുട്ടി നിൽക്കാനായിട്ട്, ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നും പറഞ്ഞ് രേവതിനെ പിടിച്ച് അച്ഛമ്മ അവിടെ ഇരുത്തുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചിക്ക് ഒരു സംശയം, അല്ല അച്ഛമ്മേ
എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരാണ് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഭാര്യമാർക്കാണ് ആരാണ് ഉണ്ടാക്കി കൊടുക്കുക എന്ന അച്ഛമ്മ അതിനും കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അതെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അച്ഛമ്മേ എനിക്കതൊന്നും അറിയില്ല കേട്ടോ. എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛമ്മേ എന്തായാലും ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും അത് കൊള്ളാന്നേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രീകാന്തെ നീ ഒരു ഷെഫ് ആയതുകൊണ്ട് അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, എന്നാൽ എല്ലാവരെ കൊണ്ടും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അതെ അതെ നീ ഷെഫാണ്, ഞാനൊരു ബിസിനസ് മാനാണ്, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. എന്നാൽ സച്ചിയാണ് കേട്ടോ അതിന് മറുപടി കൊടുക്കുന്നത്, അതെ അവന് അതൊന്നും അറിയില്ല, സ്വർണവും പണവും ഒക്കെ കറക്റ്റായിട്ട് എവിടെയാണോ ഇരിക്കുന്നത് അതെടുത്തോണ്ട് ഓടാൻ മാത്രമേ അവനെ അറിയുള്ളൂ എന്ന് പറയുകയാണേ. പെട്ടെന്ന് വർഷം അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ വർഷം ഇങ്ങനെ ചിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. ശ്രുതിയും പെട്ടെന്ന് അങ്ങ് ചമ്മി പോവാണ്. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ആദ്യം ചന്ദ്രയും രവിയും കൂടിയിട്ട് കിച്ചണിലേക്ക് പോകും. ചന്ദ്രയാണെങ്കിൽ രവിക്കുള്ള ദോശ ഉണ്ടാക്കണം, രവി ചന്ദ്രയ്ക്കുള്ള ദോശ ഉണ്ടാക്കണം എന്ന് പറയണേ. രണ്ടുപേരും ഭയങ്കര മടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. രവി ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര ദോശ വേണം? അപ്പോഴേക്കും എനിക്ക് 4 പറയുകയാണേ. അപ്പോഴേക്കും നിനക്കോന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, എനിക്ക് 2 മതിയെന്നേ. എന്നാൽ ചന്ദ്രമതിയോട് 4 മതിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അങ്ങ് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാൽ അവർ രണ്ടുപേരുടെയും കിച്ചണിലെ ആ സീൻ കാണാനായിട്ട് നമ്മുടെ രേവതി ഒഴികെ ബാക്കി എല്ലാവരും പോയിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അവരുടെ പിണക്കങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അച്ചമ്മയുടെ ട്രിക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ചന്ദ്രയുടെയും രവിയുടെയും ഊഴം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയും കൂടിയാണ്. എന്നാൽ നമ്മുടെ ശ്രുതിയാണ് കേട്ടോ ആദ്യം ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഈ കാഴ്ച കാണാനായിട്ട് നമ്മുടെ സച്ചി അവിടെ നിൽപ്പുണ്ടേ. അങ്ങനെ മാവെടുത്ത് ദോശക്കല്ലിൽ ഒഴിക്കുമ്പോഴേ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഈ ദോശ എന്താ വലുതാവാത്തത്, നീ എന്താ വല്ല പപ്പടവും കാച്ചുവാണോ? തന്നെ ഇട്ട ഉടനെ വലുതായി വരാൻ വേണ്ടിയിട്ട് ആ മാവ് ചുറ്റിച്ചു കൊടുക്കണമെന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, സർക്കിൾ അല്ലേ, ആ സർക്കിൾ ഷേപ്പിലെന്നും പറഞ്ഞിട്ട് മാവ് ഭയങ്കരമായിട്ട് അങ്ങ് ചുറ്റിച്ച് പരത്തി വിടുകയാണ് കേട്ടോ. അങ്ങനെ നല്ല റൗണ്ടിലൊക്കെ ആക്കുന്നുണ്ടെങ്കിലും ദോശ എടുക്കാനായിട്ട് പറ്റുന്നില്ല. തിരിച്ചെടുക്കുമ്പോഴത്തേക്കിന് മൊത്തം കീറി അങ്ങ് പോവാണേ. എന്നാൽ സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ്, ഇതെന്താടാ കൊത്തുദോശയാണോ എന്നൊക്കെ ചോദിച്ചിട്ടേ. എന്നാൽ ഈ സമയം നമ്മുടെ വർഷ വന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ല. രേവതി ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്താൽ ഞാനും തിരിച്ച് ഹെൽപ്പ് ചെയ്യാം. എൻ്റെ ഡബ്ബിങ് സ്റ്റുഡിയോയിലൊക്കെയുള്ള പൂക്കളുടെ ഓർഡറും മലയുടെ ഒക്കെ ഓർഡറും ഒക്കെ ഞാൻ ചേച്ചിക്ക് പിടിച്ചു തരാമെന്ന് പറയണേ. നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതെ അതൊന്നും നമ്മുടെ ഇവിടെ നടക്കില്ല, ഞാൻ അച്ഛമ്മ എടുത്ത് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് സച്ചി പോയിട്ട് അച്ഛമ്മയുടെ അടുത്ത് ഒറ്റ കൊടുക്കുന്നുണ്ട്. എന്നാ അച്ഛമ്മ പറയുന്നുണ്ട്, വർഷേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ആരുടെ ഒരു സഹായവും വേണ്ട, അവരവരുടെ ഭർത്താക്കന്മാർക്ക് അവരവർ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയണേ. ഈ സമയം ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നിനക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനില്ലേ. ശ്രീകാന്ത് എനിക്കല്ല ടെൻഷൻ, ഞാനുണ്ടാക്കുന്ന ദോശ കഴിക്കാൻ പോകുന്നത് നീയല്ലേ എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തും വർഷയും കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ദോശ ഇങ്ങനെ കല്ലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ ആ തവിയിൽ മാവ് കൂരി ദോശക്കല്ലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാനേ. ഇത്രയേ ഉള്ളായിരുന്നു, ഇത് സിമ്പിളാണല്ലോ, ഇത് നല്ല റൊമാൻറ്റിക്കും ആണെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിൽ വർഷ ഇങ്ങനെ ചെയ്യാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതങ്ങ് മറിച്ചിട്ടാൽ മതി എന്ന് പറയാനേ. ഇത്രയേ ഉള്ളായിരുന്നു എന്ന് ചോദിച്ചിട്ട് വർഷ എന്ത് ചെയ്യും, ആ പാനോട് കൂടിയിട്ട് എടുത്തിട്ട് അങ്ങ് മറിച്ചിടുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഗ്യാസ് എല്ലാം അങ്ങ് ഓഫായി പോവാണല്ലോ. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയും, മതി വർഷേ, നീ ഇനി ഇവിടെ നിന്നാൽ എനിക്കാണ് കൂടുതൽ ഡേഞ്ചർ ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് അങ്ങ് തള്ളി ഇറക്കുകയാണ് കേട്ടോ വർഷേനെ. പിന്നീടായിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടിയിട്ടാണ് ദോശ ഇടാൻ കയറുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി ദോശ ഒഴിക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ നന്നായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ടല്ലോ. രേവതി, അതൊക്കെ ഞാൻ ചെറുപ്പത്തിലേ തന്നെ അച്ഛമ്മേൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്, എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞിട്ട് സച്ചിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, സച്ചി ആണെങ്കിൽ ചമ്മന്തിയൊക്കെ റെഡിയാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഈ സമയം ശ്രീകാന്ത് ഉപ്പ് ചോദിക്കുന്നുണ്ട്.
അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഉപ്പ് എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടേക്ക് ശ്രുതിയേട്ടാന്ന്. അപ്പോഴേക്കും ഒരു തവിയിൽ നിറച്ചങ്ങ് കോരുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ദേ ഇത് ഞാനെടുത്തിപ്പോൾ ശ്രുതിയേട്ടൻ്റെ തലവഴി ഒഴിക്കും, മര്യാദയ്ക്ക് പൊക്കോന്നും പറഞ്ഞിട്ട് ആ ഉപ്പ് പെട്ടെന്ന് മേടിച്ച് വിട്ടിട്ട് ശ്രുതിയെ അവിടെ നിന്നങ്ങ് ഇറക്കി വിടുകയാണേ. അതിനുശേഷം എല്ലാവരും ഫുഡുമായിട്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പാത്രത്തിൽ ദോശയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ ശ്രുതിയുടെ പാത്രത്തിലെ ദോശ മാത്രം ഭയങ്കര കറുത്ത് കരിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ നീ ദോശ ടാറിനകത്ത് മുക്കിയാണോ ചുട്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ലല്ല ഇത് വെറൈറ്റി ദോശയാണെന്ന് പറഞ്ഞ് ശ്രുതി പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം അച്ചമ്മ പറയുന്നുണ്ട് അതെ എല്ലാവരും കഴിക്കാൻ വരട്ടെ, നിങ്ങൾ അവരവരുടെ പാത്രത്തിലെ ഭക്ഷണം അവരവർ കഴിക്കാൻ പാടില്ലെന്നേ. എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛമ്മേ അവനവൻ്റെ പാത്രത്തിലല്ലാതെ മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റുമോ? അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണമെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ആഹാ കൊള്ളാമല്ലോ അച്ഛമ്മ, ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്ന്. വർഷയും പറയുന്നുണ്ട് ആഹാ അച്ഛമ്മ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലവ് ഡേറ്റിംഗ് ആക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം എല്ലാവരും ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ രവിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. മക്കളും മരുമക്കളും ഒക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ പരസ്പരം കൊടുത്ത് കഴിക്കുന്ന കാണുമ്പോൾ. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ ഈ സന്തോഷം കണ്ടപ്പോൾ തന്നെ അച്ഛമ്മയ്ക്ക് വയറ് നിറഞ്ഞു എന്ന് പറയുകയാണേ. എന്നാൽ എല്ലാവരും ഇങ്ങനെ വാരി കൊടുക്കുകയാണല്ലോ. ചന്ദ്രമതി ആണെങ്കിൽ ഇപ്പോൾ രവി വാരി തരുമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണേ. എന്നാൽ രവി പറയുന്നുണ്ട് അതെ അവര് ചെറുപ്പമാണ്, നീ ഇപ്പോൾ സ്വന്തമായിട്ട് വാരി കഴിക്കാൻ നോക്കെന്ന് പറഞ്ഞിട്ട് രവി തന്നെ അങ്ങനെ ഭക്ഷണം വാരി കഴിക്കുകയാണേ. ഇത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. കാരണം രവിക്ക് തന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയം വർഷ ചോദിക്കുന്നുണ്ട് അല്ല അച്ഛമ്മേ, അച്ഛമ്മ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ, അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അച്ഛമ്മയുടെ വിവാഹം ലവ് മാരേജ് ആയിരുന്നു എന്നേ. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട് ഇങ്ങനെ നാണത്തോടു കൂടി ചിരിക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആഹാ കൊള്ളാമല്ലോ, കലാവതിയുടെ മുഖത്ത് ഇത്രയും ഒരു നാണം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട് അതെ അതെ എന്തായാലും അതൊരു ലവ് ട്രാക്ക് തന്നെയായിരുന്നു പറയച്ചമ്മയെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ അച്ഛനാണെങ്കിൽ പാടത്ത് കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനുള്ള ഭക്ഷണമായിട്ട് ഞാൻ പോവായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിരുന്നു, അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രപ്പോസ് ചെയ്തു, അങ്ങനെയാണ് വിവാഹം നടന്നേന്നേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അതെ അച്ഛമ്മയ്ക്ക് എന്താണെങ്കിലും സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ യെസ് പറയില്ലല്ലോ, അതെ ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് യെസ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ നാണത്തോടു കൂടി ഇരിക്കുകയാണ്. എന്നാൽ സച്ചി പറയുന്നുണ്ട് അയ്യടാ ഇത്രയും നാളായിട്ട് അച്ഛൻ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എടാ ഈ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അച്ഛനൊരു റോമിയോ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ കളിയാക്കുകയാണേ. അപ്പോഴേക്കും വർഷയും പറയുന്നുണ്ട് അച്ഛമ്മയൊരു ജൂലിയറ്റും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ഈ സമയം വർഷ പറയുന്നുണ്ട് എന്തായാലും അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛമ്മയ്ക്ക് വാരി തന്നേനല്ലേ, നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നിടത്തോളം കാലം ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് വാരി തന്നെ തന്നിട്ടുണ്ടെന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛനില്ലെങ്കിൽ എന്താ ഇപ്പോൾ ഞാൻ തന്നെ അച്ഛമ്മയ്ക്ക് വാരി തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്. ശ്രീകാന്തും വന്നിട്ട് അച്ഛമ്മയുടെ വായിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ പൊറുപൊറുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഫ്ലാഷ് ബാക്കും കൊണ്ട് വന്നേക്കുന്നു എന്നൊക്കെ. അങ്ങനെ നമ്മുടെ വർഷ ഇതെല്ലാം കണ്ടിട്ട് പറയുന്നുണ്ട് അങ്കിൾ ആൻറ്റിക്ക് വാരി കൊടുക്കുക, അപ്പോൾ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് അല്ലേ എന്നൊക്കെ. എന്നാൽ നമ്മുടെ രവി ഇതൊന്നും കേട്ട മട്ടുപോലും നടിക്കാതെ ഇരുന്ന് ഭക്ഷണം വാരി കഴിക്കുകയാണ്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ രവിക്ക് വാരി കൊടുക്കാനുള്ള ഒരു പങ്കിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രവി അവിടെ നിന്ന് ധൃതി വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് വല്ലാണ്ടങ്ങ് വിഷമമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും അതൊരു വിഷമമാവുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് സച്ചി ഇപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നത്, ഇനി നീ രവിയും ചന്ദ്രയും കൂട്ടിയിട്ട് അമ്പലത്തിലൊന്ന് പോയിട്ട് വന്നേ. ശരി അച്ഛമ്മേ ഇപ്പം തന്നെ പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. നമ്മുടെ രേവതി ആണെങ്കിൽ കിച്ചണിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് സച്ചി പറയുന്നുണ്ട്
രേവതി മഹേഷ് വിളിച്ചിരുന്നു, കാറ് റെഡി ആയിട്ടുണ്ട്, ഞാൻ ഈ കാറ് കൊണ്ടുപോയി വർക്ക്ഷോപ്പിലിട്ടിട്ട് ആ കാർ എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് രേവതി ഇരിക്കുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, അച്ഛനെ അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോകണമെന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ? ആ അത് ശരിയാണല്ലോ, എന്ന് ഞാൻ അവരെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് കാറും എടുത്തുകൊണ്ട് വരാമെന്ന് പറയണേ. അത് വേണ്ട സച്ചിയേട്ടാ, സച്ചിയേട്ടൻ പോയിട്ട് ആ കാർ എടുത്തിട്ട് വാ, എന്നിട്ട് ആ പുതിയ കാറിൽ തന്നെ അച്ഛനെ അമ്മയും അമ്പലത്തിൽ കൊണ്ടാ. അത് ശരിയാണ് രേവതി, അത് നല്ലൊരു ഐഡിയ ആണ്. എന്നാൽ നീ റെഡി ആയിട്ട് നിൽക്ക്, ഞാൻ പെട്ടെന്ന് പോയിട്ട് കാർ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ട്. ശ്രുതിയാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഞാനൊരു മൾട്ടി മില്യണർ ആവണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ ബിസിനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നീ കാത്തോണേ, നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ശ്രുതിയെന്നൊരു വിളി കേൾക്കുന്നുണ്ട്. ദൈവമേ, നീയാണോ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല സാറെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ പുറകിലായിട്ട് ഒരാൾ വന്ന് നിൽപ്പുണ്ട്. അയാൾ ഒരു പേപ്പർ ഇങ്ങനെ നീട്ടുകയാണ് ശ്രുതിയുടെ കയ്യിലേക്ക്. ആഹാ, എന്താ നിങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്? അല്ല സാർ, അതൊന്ന് വായിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്താണ് കേട്ടോ, അത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ തുറന്ന് വായിക്കുകയാണ്. അങ്ങനെ ശ്രുതി ആ കത്ത് വായിക്കുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട ശ്രുതി, ഞാൻ ആരാണെന്ന് മാത്രം നിങ്ങൾ അറിയണ്ട. എന്തായാലും ഉടനെ തന്നെ നിങ്ങളെ ചുറ്റിയിരിക്കുന്ന ആളുകൾ കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദോഷങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് മാത്രമാണ്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ആ കത്ത് വായിച്ചു കഴിയുമ്പോഴേക്കും ആ കത്ത് കൊണ്ടുവന്ന ആളെയാണ് കേട്ടോ തപ്പുന്നത്. അവിടെ എങ്ങും കാണുന്നില്ല. ആ ഷോറൂമും മുഴുവൻ തപ്പുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ. അങ്ങനെ എന്നെ ചുറ്റിയിരിക്കുന്ന ആളോ, അതാരായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തെല്ലാം പോയി നോക്കുന്നുണ്ടെങ്കിലും ആ കത്തും കൊണ്ട് വന്ന ആളെ ശ്രുതി കാണുന്നേ ഇല്ലേ. ഈ സമയം നമ്മുടെ ശ്രുതിയും മീരയും കൂടിയിട്ട് ഷോപ്പിലേക്ക് കയറി വരികയാണേ. അങ്ങനെ മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു അല്ലേ? ആ ഇപ്പൊ എല്ലാം അവസാനിച്ചു എന്നാ തോന്നേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, ആ എന്തായാലും ഇനിയിപ്പോൾ എന്നാണോ ഉടനെ തന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ, നീ നിന്റെ വായും വെച്ചൊന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്നാൽ മീര പറയുന്നുണ്ട്, എന്തായാലും നീ ആശ്വസിക്കണ്ട, ദേ ഈ ചിക്കൻ കടകളിലൊക്കെ ഇരിക്കുന്ന കോഴികളെ കണ്ടിട്ടില്ലേ? ഓരോ കോഴികളെയും വെട്ടുമ്പോൾ മറ്റുള്ള കോഴികൾ ഓർക്കും, ആ ഞാനിത്തവണ രക്ഷപ്പെട്ടു എന്ന്. എന്നാൽ ഉടനെ തന്നെ ആ കോഴിയായിരിക്കും ചിക്കൻ 65 ആവാൻ പോകുന്നതെന്ന് ആ കോഴിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മീര ഇങ്ങനെ പറയണേ. നീ എന്താടി ഇറച്ചി കടക്കാരൻ ബീരാനെ പോലെ സംസാരിക്കുന്നേ, നീ ഒന്ന് മിണ്ടാതിരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പിടിക്കപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ആ എന്നും പറഞ്ഞിട്ട് മീരയും തലയാട്ടിയിട്ട് കയറി വരികയാണേ. ശ്രുതിയും മീരയും കൂടി കയറി വരുന്ന സമയത്തും ശ്രുതിയാണെങ്കിൽ ആ പേപ്പറും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണേ. അങ്ങനെ ശ്രുതി വന്നിട്ട് എന്താ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണേ. ശ്രുതിയുടെ ആക്ഷൻ കാണുമ്പോൾ അവരും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ ശ്രുതി, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ആ പേപ്പർ ശ്രുതിയുടെ നേരെ അങ്ങ് നീട്ടുകയാണ്. ശ്രുതി ആ പേപ്പർ നോക്കി ഇങ്ങനെ വായിക്കുകയാണ്. എന്തോ ആപത്ത് വരാൻ പോകുന്നെന്നോ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, ഇതെന്താടി വല്ലതും മിണ്ടാവ്രതം വല്ലതും ആണോ ഈ പേപ്പറിൽ എഴുതിയൊക്കെ തരുന്നേ? അതല്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ആപത്ത്, ഇതാരാ ശ്രുതി തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അറിയില്ല, ആരോ വന്നിട്ട് തന്നിട്ടങ്ങ് പോയി, എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. എന്താ ആപത്ത്? ആ അതേ ശ്രുതി, എന്നെ ചുറ്റിയിരിക്കുന്ന ആരോ കാരണമാണ് ആപത്ത് സംഭവിക്കാൻ പോകുന്നത്. എന്നെ ചുറ്റിയിരിക്കുന്നത് ഈ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ കടയിലുള്ളവരോ ആണ്. വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ സച്ചിയും രേവതിയാണ്, അത് ഒരു പുതിയ പ്രശ്നമല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മീരേനെ നോക്കുകയാണ് കേട്ടോ ശ്രുതി. പെട്ടെന്ന് തന്നെ മീര പറയുന്നുണ്ട്, മീര അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ കാരണമാണെന്നാണോ ശ്രുതി പറയാൻ പോകുന്നത്? കണ്ടില്ലേ ശ്രുതി, നിങ്ങളുടെ മാരേജിനൊക്കെ ഞാനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, എന്നിട്ട് ഇപ്പോൾ എന്നെ സംശയിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞ് മീരയെ പിണങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണേ. ശ്രുതി പെട്ടെന്ന് തന്നെ മീരയെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്താ ശ്രുതി ഇതൊക്കെ? അല്ല ശ്രുതി, എനിക്ക് ആകെ ടെൻഷനാവുന്നു, എന്നെ ചുറ്റിയിരിക്കുന്നവർ കാരണം എനിക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്. ശ്രുതി നീ ഇതൊക്കെ വിശ്വസിക്കുകയാണോ? ശ്രുതി ആരെങ്കിലും പ്രാങ്ക് ചെയ്തായിരിക്കും. അല്ലല്ല ശ്രുതി, പ്രാങ്ക് ആണെങ്കിൽ വീഡിയോയിലല്ലേ വരുള്ളൂ, ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, എനിക്കൊരു വാർണിംഗ് ആയിട്ടാണ് ഈ ലെറ്റർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഷോപ്പിലുള്ള 2 ആളുകളിൽ നിന്ന്
പരസ്പരം ചിരിച്ച് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ സുധിയെ നോക്കിയിട്ട് എന്തോ പറഞ്ഞ് ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സുധി അവരുടെ നേരെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ ഇപ്പൊ സംസാരിച്ചത്, എന്നെക്കുറിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അല്ല സർ, ഞങ്ങൾ സാറിനെ കുറിച്ചല്ല വേറെ സംസാരിച്ചാന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രുതി അത് സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയാ ശ്രുതി ഇതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്താ ശ്രുതി കാണിക്കുന്നത്? അല്ല ശ്രുതി, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഞാൻ ഓൾറെഡി ഇപ്പോൾ ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ക്യാഷ് മുഴുവൻ തീരുകയും ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് എല്ലാം പേടിയാവുന്നു എന്നൊക്കെ പറയാനേ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ശ്രുതി. എന്തായാലും ശ്രുതി റിലാക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുകയാണേ. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ മീരയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മീരയോട് ചോദിക്കുന്നുണ്ട്, അല്ലടി ഇതിപ്പോൾ എവിടുന്നാ ഒരു ലെറ്റർ വന്നിരിക്കുന്നത്? ശ്രുതിക്ക് വാണിങ്ങുമായിട്ടാണല്ലോ. മീര അപ്പോൾ പറയുന്നുണ്ട്, എടി ഒന്നെങ്കിൽ നിന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആരോ ഒരാളാണ്, ഒരുപക്ഷെ നവീനായിരിക്കോ? അല്ലടി, നവീനെ ആ ആന്റണി അടിച്ചിപ്പോ ജയിലിലൊക്കെയല്ലേ, എന്തായാലും അവനായിരിക്കില്ല എന്ന് പറയണേ. എന്നാ മീര പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും സുധീരെ ആ എക്സ് ഗേൾഫ്രണ്ട് ഇല്ലേ, അവളായിരിക്കും. അന്നാ ക്യാഷ് മേടിച്ച സമയത്ത് ഇതിന് പ്രതികാരം ചെയ്യാതെ പോയില്ലെന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്, അവളായിരിക്കും എന്ന് ചോദിക്കണേ. ഒരിക്കലും ആവില്ല, അവളിപ്പോ കാനഡയിലല്ലേന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നോ, നിനക്കിട്ടുള്ള കെണിയാണെന്ന് തന്നെയാ തോന്നിയെന്ന് ഇങ്ങനെ മീര പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വല്ലാണ്ടങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, ആരാണ് ഇതിന് പിന്നിലെന്നൊന്നും അറിയില്ലല്ലോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ കാറും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ വണ്ടിയും കൊണ്ട് പുറത്തു വന്ന് നിന്നിട്ട് രേവതിയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. രേവതി പുറത്തേക്ക് ഇറങ്ങി വാ, വണ്ടിയും കൊണ്ട് വന്നോന്നേ. അപ്പോൾ സച്ചിയേട്ടൻ അകത്തേക്ക് കയറി വാ. എന്താ രേവതി, വണ്ടി കൊണ്ട് അകത്തേക്ക് കയറി വരാൻ പറ്റുമോ? നീ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വാന്ന് പറയാനേ. ഈ സമയം നമ്മുടെ രവിയും ചന്ദ്രമതിയും അച്ഛമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, രവി ചന്ദ്രയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് വാന്നേ. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ അമ്മേ, എനിക്കിവിടെ ഒരുപാട് ജോലി തിരക്കുണ്ട്. എന്ത് തിരക്ക്? അതെനിക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ നടത്തേണ്ടതല്ലേ. പിന്നെ ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് നീ വലിയ ഡാൻസ് ക്ലാസ് നടത്തുന്നു. നിനക്ക് വീട്ടിലോട്ട് വരാൻ പറയുമ്പോൾ അല്ലെങ്കിലും തിരക്ക് കൂടുതലാന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം രേവതി വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മേ ദേ സച്ചിയേട്ടൻ വന്നു, പുതിയ കാറുമായിട്ട് വന്നിട്ടുണ്ട്, എല്ലാവരോടും പുറത്തോട്ട് വരാൻ പറഞ്ഞു, അതുവഴി നമുക്ക് അമ്പലത്തിലും പോയിട്ട് വരാന്ന് പറയാനേ. എന്നാ രവി പറയുന്നുണ്ട്, വർഷേ ശ്രീകാന്തെ നിങ്ങളും കൂടി വാ, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഇല്ല അച്ഛാ, ഞങ്ങൾക്ക് വർഷയ്ക്ക് എന്തോ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വാന്ന് പറയാനേ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി പുതിയ കാറ് മേടിച്ചോ? ആ വർഷേ സച്ചിയേട്ടൻ ഇപ്പൊ കാറ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന്. എന്നാ ചന്ദ്രൻ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ എയ്റോപ്ലെയിൻ അല്ലേ മേടിച്ചോണ്ട് വന്നത് കാണിക്കാനായിട്ട്. എന്നാ അച്ഛമ്മയാണ് കേട്ടോ അതിന് മറുപടി പറയുന്നത്. ഡി എയ്റോപ്ലെയിൻ മേടിച്ചോണ്ട് വന്നാൽ നിന്റെ തലയിലാണോ പാർക്ക് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിലും എൻ്റെ പേരക്കുട്ടിയെ എന്തെങ്കിലുമൊക്കെ താഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ നിനക്ക് സമാധാനം ആവില്ലല്ലേ. നീ താഴേക്ക് വാന്നും പറഞ്ഞിട്ട് അച്ഛമ്മ ചന്ദ്രയും കൂട്ടിയിട്ട് പുറത്തേക്ക് ചെല്ലുകയാണേ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ പുതിയ കാർ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നടാന്ന് പറയുമ്പോൾ രേവതി ചന്ദ്രമതി പറയുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് അല്ലേ. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഞാൻ പുതിയതായിട്ട് മേടിച്ചതല്ലേ അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാനേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ രണ്ടാമതായിട്ട് കാറ് മേടിച്ചില്ലേ, ഇനി നന്നായി വരുമെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഇത് സച്ചിയേട്ടന്റെ പഴയ കാറ് പോലെ തന്നെയാണോ? അതേടാ, മോഡല് വ്യത്യാസമുണ്ട്. എന്തായാലും സച്ചിയേട്ട ഇത് പുതിയ കാറ് പോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വർഷയും വന്നിട്ട് സച്ചിയേട്ട കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പുതിയതുപോലെ തന്നെ ഉണ്ടെന്ന് പറയാനേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ഇത് രേവതിയുടെ സെലക്ഷൻ ആണെന്നേ. എന്നാൽ നമ്മുടെ ഇതല്ല സച്ചിയേട്ടാ, എന്തായാലും ഇനി ഒരുപാട് കാറുകളൊക്കെ മേടിച്ച് ഇത് എണ്ണങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കണമെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ കുത്തൽ വന്ന പോലെ ചുമക്കുകയാണേ. എന്താടി നിനക്ക് തൊണ്ട കുത്തുന്ന? എന്തോ ഒരു തൊണ്ട വെക്കിന്ന് പറയുമ്പോഴേക്കും, അതെ കുത്തലല്ല, നിന്റെ അസൂയ കൊണ്ടിട്ടാണെന്ന് അച്ഛമ്മ മറുപടി കൊടുക്കുന്നുണ്ട്. അച്ഛമ്മ ഇപ്പൊ പറയുന്നുണ്ട്, മോനെ സച്ചി ഇന്നിപ്പോ 2 2 4 ആവണം, 4 8 ആവണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അച്ഛമ്മ ഇതെന്താ വല്ല ഫോട്ടോയാണോ? ഫോട്ടോ എടുത്തിട്ട് 4 8 ആക്കാനൊക്കെ പറ്റും. എന്നാൽ ഇതെങ്ങനെ അച്ഛമ്മ സാധിക്കാന്ന് പറയണേ.
എന്നാൽ രവിയാണ് കേട്ടോ അതിന് മറുപടി പറയുന്നത്. രേവതി മോള് മോൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നല്ലതേ വരൂ, നിങ്ങൾ ഉയർച്ചയിലേക്ക് തന്നെ എത്തുമെന്നേ അച്ഛമ്മയും പറയുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടിയല്ലേ ഇവൻ്റെ രാശി അത്രയ്ക്ക് നല്ലതാണ്, ഇവൻ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മയും പറയുന്നുണ്ട്. സച്ചിയും രേവതി ഇങ്ങനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ചന്ദ്രയ്ക്ക് അത് തീരെ സുഖിക്കുന്നില്ല. അങ്ങനെ ശരിയച്ച നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം, വാ അച്ഛമ്മയെന്ന് പറയാണ്. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട്, അതെ എനിക്ക് സുഖമില്ല, നീ അച്ഛനെയും അമ്മയും കൊണ്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നേ. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ കീ എടുത്തിട്ട് അച്ഛമ്മയുടെ കൈ കൊടുക്കുന്നുണ്ടോ. അച്ഛമ്മ സന്തോഷത്തോടു കൂടി രേവതിയുടെ കയ്യിൽ കൊടുക്കുക. രേവതി സന്തോഷത്തോടു കൂടി എൻ്റെ കയ്യിൽ താന്ന് പറഞ്ഞിട്ട് രേവതിയെ കൊണ്ട് കേട്ടോ താക്കോല് മേടിപ്പിക്കുന്നത്. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട്, ആഹാ സച്ചി കൊള്ളാമല്ലോ, രേവതിയെ കൊണ്ട് താക്കോലൊക്കെ മേടിപ്പിക്കുന്നല്ലോ എന്ന് പറയണേ. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയല്ല അമ്മ വേണ്ടത്, അതെ അങ്ങനെ തന്നെ വേണം, എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ എന്നും ഉയർച്ചയിലും നല്ല സന്തോഷത്തോടു കൂടിയും തന്നെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട്, ശരി അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വരാനേ. അച്ഛമ്മ പുറകിൽ ഇഷ്ടം പോലെ ഇടയുണ്ട്, അച്ഛമ്മയും കൂടി വാ എന്ന് പറയാനേ. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് സച്ചിയെ നോക്കുകയാണ്. അതിനെന്താ അച്ഛമ്മ വാന്ന് പറയുമ്പോൾ, രേവതി നീ അവനെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞു കൊടുക്കുന്നു പറയുമ്പോൾ രേവതി ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, സച്ചിയേട്ടാ അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് നമുക്ക് പോയിട്ട് വരാം, അച്ഛമ്മ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ, ഓ അത് ശരിയാണല്ലോ. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ചന്ദ്രയുടെയും രവിയുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് നമ്മുടെ സച്ചിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അങ്ങനെ രവിയാണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറാൻ പോകുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, രവി നീ ചന്ദ്രയുടെ കൂടെ പുറകിലിരിക്കെ, രേവതി മോള് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കട്ടെ എന്ന് പറയുകയാണേ. എന്നാൽ ചന്ദ്രമതിക്കും വല്ലാണ്ടൊരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി വർഷയോട് പറയുന്നുണ്ട്, വർഷേ നീയും കൂടി വന്നേ. ഇല്ല ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഷോപ്പിങ്ങിന് പോകണം ആൻറ്റി, നിങ്ങൾ ഞങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രവിയാണെങ്കിൽ അമ്മ ഇതിൻ്റെ പുറകിൽ ഭയങ്കര കുലുക്കുമായിരിക്കും, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയാണ് കേട്ടോ മറുപടി പറയുന്നത്, അച്ഛാ ഈ കാറിൻ്റെ ബാക്കിലല്ല ഫ്രണ്ടിലാണ് കുലുക്കം, അതുകൊണ്ട് ഉറപ്പായിട്ടും അച്ഛൻ ബാക്കിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞതുപോലെ തന്നെ അവരെ രണ്ടുപേരെയും ബാക്കിൽ കയറ്റി രേവതി ഫ്രണ്ടിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കാർ എടുക്കുകയാണ് കേട്ടോ. ഈ സമയം വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തേ അച്ഛമ്മ അവർക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ശ്രീകാന്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഓ അതിനായിരുന്നു, ഇതുപോലും മനസ്സിലായില്ലേ പൊട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനിട്ടൊരു തട്ടും കൊടുത്തിട്ട് വർഷ അകത്തേക്ക് കയറി പോവാണേ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് രവീന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ കൂട്ടിയിട്ട് അമ്പലത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. അടുത്ത എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഇനി ടെൻഷനും വെപ്രാളങ്ങളും ഒക്കെ കൂടാൻ പോകുന്നു. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഉടനെ തന്നെ പിടിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ അറിയാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.